വേണ്ട വേണ്ട, വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. ഇന്നലെ വരാമെന്ന് പറഞ്ഞു പോയതല്ലേ. കായലിലേക്ക് നോക്കി നിന്ന് നിന്ന് എന്റെ കണ്ണ് കഴിച്ചു. തൊണ്ട് കിട്ടാൻ വൈകിപ്പോയി, അതാണ് ഇന്നലെ വരാത്തത്. എന്റെ പെണ്ണെന്നെ കാത്തിരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ലേ? കാണുമ്പോ മാത്രമേ ഉള്ളൂ ഈ സ്നേഹമൊക്കെ. നിന്നെ കാണാതിരിക്കുമ്പോഴെല്ലാം ഇതാ ഇവിടെയുണ്ട്. ആലപ്പുഴ പോയിട്ട് എനിക്ക് എന്ത് കൊണ്ടുവന്നു? എന്നെ തന്നെ. പിന്നെ ഇതല്ല. പകരം എനിക്കൊന്നുമില്ലേ? അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഞാൻ വിളിച്ചിട്ടില്ലല്ലോ വന്നത്. വെക്കോ. വേണമെല്ലേന്ന് നോക്കൂ, പോട്ടെ. അവന് നമ്മളോട് വൈരാഗ്യം കാണുമല്ലേ? അതാലോചിക്കുമ്പോൾ എനിക്ക് അടിമുട്ടി വിറയ്ക്കുന്നു മുതലാളി. താനൊന്ന് വിറയ്ക്കാതെന്നില്ലടോ. അവൻ വന്നാൽ താൻ അവനോടൊന്ന് പോയി സംസാരിക്കും. ഞാനും പേടിക്കണ്ടടോ. താൻ വെറും കൈയോടൊന്നും പോയി സംസാരിക്കണ്ട. പോക്കറ്റിൽ കുറച്ച് പണം ഇട്ടോണ്ട് പോകും. അവൻ വീഴുമോ? പണം കണ്ടാൽ വീഴാത്തവന്മാരാരുണ്ടോ ഈ ലോകത്തിൽ? അല്ല എടാ രാഘവ, രാഘവ, എടാ ഒന്ന് നേരം വെളുത്തടാ. ഒന്ന് എഴുന്നേറ്റ് പല്ല് തേച്ച് കാപ്പ് കുടിക്കാൻ പാ. എണീടാ. നേരെ മണി 10 ഇവിടെ ഒരുത്തൻ കുമ്പാരനന്റെ കൂട്ട് കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടല്ലേ? അങ്ങോട്ടൊന്ന് എഴുന്നേക്കാൻ. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റേ, അങ്ങോട്ടൊന്ന് എഴുന്നേക്കാൻ. ഇന്ന് വള്ളവർക്കം പോണ്ടേ? അങ്ങോട്ടൊന്ന് എഴുന്നേക്കാൻ, അങ്ങോട്ട് എഴുന്നേക്കാൻ. ബാക്കിയുള്ളവര് രാത്രി പോലും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? അങ്ങോട്ട് എഴുന്നേക്കാൻ. കുറിച്ചോട്ടോ പിടിക്കുന്നുണ്ടോ? ഈ പയറ് വെന്തില്ലല്ലോടൂ. ആശാനെ പച്ച വിറകാണ്, അതുകൊണ്ടാണ്. എന്റെ പപ്പടം കൂടി ഓ ചെക്കൻ വന്നില്ല. അല്ല ആശാനെ, ഞമ്മൾ രാഘവൻ ഇന്നും ഇങ്ങനെ നിർത്തിയാ മതിയോ? അവനിക്ക് അന്തിക്കൂട്ടിന് ഒരാള് വേണ്ടേ? ഞാനും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റി ആശാൻ ആലോചിച്ച് തലപ്പുണ്ടാക്കണമെന്നില്ല. അവനക്ക് പറ്റിയൊരു പെണ്ണിനെ അവൻ തന്നെ കണ്ടുപിടിച്ചോളും. ഇല്ലേ രാഘവ? പെണ്ണാകെ ഒന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അത് കളാ, എന്തൊക്കെയോ നടന്ന ലക്ഷണമുണ്ട്. നീ പൊടി. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? സംഗീതാ വരുന്നില്ലേ? നീ പോ, ഞാൻ പിന്നെ വരാം. വാ, നമുക്ക് പോവാം.
മോൻ എങ്ങോട്ട് പോയി? ചെല്ലപ്പൻ ചേട്ടന്റെ കുടിയിരുന്ന ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. നീ വന്നു എന്നറിഞ്ഞ് വന്നതാണ്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ചെല്ലപ്പാ. ജയിലിൽ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ചെല്ലപ്പാ, താനെന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പിന്നെ നിന്നെ ഒന്ന് കാണാൻ. കണ്ടു കഴിഞ്ഞില്ലേ? എന്റെ പൊന്നിയല്ലപ്പാ, നീ ഈ വയസ്സനെ ഒന്നും ചെയ്യരുത്. അന്ന് കണ്ട സംഭവം ഞാൻ കോടതിയിൽ പറഞ്ഞെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ പോലീസുകാർ എന്നെ വെറുതെ വിടുകയില്ലായിരുന്നു. ഇപ്പൊ നീയും എന്നെ വെറുതെ വിടുകയില്ല. ചെയ്യാനുള്ള തന്നെയല്ല അവനെ ഞാൻ. നീ ജയിലിൽ നിന്ന് വന്നെന്നറിഞ്ഞ് കൈച്ചെലവിന് കാശുണ്ടാവില്ലോ എന്ന് വിചാരിച്ച് ജോണി മുതലാളി കുറച്ച് രൂപ തന്നയച്ചു. ദാ വാങ്ങിയല്ലപ്പാ. അവന്റെ പണം എന്റെ പട്ടിക്ക് വേണം. ജാനു, ജാനു, എന്നാ നീ ഇതെല്ലാം അകത്ത് കൊണ്ടുവെക്ക. ഞാൻ എന്റെ ചെറുക്കനെ ഒന്ന് കണ്ടേച്ചു വരട്ടെ. മോനെ, അമ്മായിക്ക് സുഖം തന്നെയല്ലേ? ഓഹോ, പരമസുഖം. ഇതിൽ കൂടുതൽ അമ്മാവിക്കൊരു സുഖം ഉണ്ടാവാനില്ലടാ. എന്റെ മോനങ്ങ് വല്ലാതായി പോയല്ലോ. ജാനുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു അമ്മായി? ഇല്ല മോനെ, നീ ഇരിക്കെ, ഞാനിച്ചിരി കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. അയ്യോ അയ്യോ അസുഖ ചേട്ടാ, നിങ്ങൾക്ക് എന്ത് പറ്റി? വല്ല പ്രയത്നം കണ്ട് പേടിച്ചോ? ഞാൻ തന്നെ ഇപ്പൊ ഒരു പ്രേതമായി മാറിയിരിക്കുകയാണ് എന്റെ മീനാക്ഷി. അതിന് നിങ്ങളെന്നാ ചത്തത്? മീനാക്ഷി, 2 ദിവസമായി പകുതി ജീവൻ പോയി, പകുതി ജീവിച്ചിരിപ്പുണ്ട്. അയ്യോ, അതും കൂടി ഇനി എന്നാ പോകുന്നത്? എന്നോട് അല്പം പോലും സ്നേഹമില്ലല്ലോ. ഇവിടെ വേറെ ആളില്ലാഞ്ഞിട്ട് വേണം നിങ്ങളെ സ്നേഹിക്കാൻ. ആട്ടെ, നിങ്ങൾ എന്തിനായി പേടിക്കുന്നത്? ചെല്ലപ്പൻ നിങ്ങൾ വല്ലതും ചെയ്തു? ഇതുവരെ ഒന്നും ചെയ്തില്ല. അത് ശരി. പക്ഷെ അവന്റെ മട്ട് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നാണ് തോന്നുന്നത്. ആ, അത് ശരിയായിരിക്കും. ആ, അതാണ് ചെല്ലപ്പന്റെ ഇങ്ങോട്ട് തന്നെ ഇത്ര ധൈര്യമുള്ള ആളാണ് എന്നെ പ്രേമിക്കാൻ നടക്കുന്നത്. അല്ല, ഇതാര്? നമ്മള് ചെല്ലപ്പനോ? അനക്ക് ഒരു കോട്ടും ഇല്ലല്ലോ മോനെ. പഴയ ഈറ്റിത്തടി പോലത്തെ ശരീരം തന്നെ. അനക്ക് ജയിൽ സ്വർക്കം എന്തുണ്ടല്ലേ? ഒരു ദിവസം നമ്മൾ ജയിലിന്റെ മുന്നും കൂടി പോകുമ്പോ ഞമ്മക്കൊരു ആലോചന, എന്നെ ഒന്ന് വന്ന് കണ്ടാലോന്ന്. ഊസരും പിടിച്ചവിടെ നടന്നവിടെ ചെന്നപ്പോ എന്റെ ചെല്ലപ്പാ ഒരു കാക്കി കുപ്പായക്കാരന്റെ തോക്കും പിടിച്ചൊരു നിപ്പ്. ഇത് കണ്ടപ്പം കാലിനൊരു ബറ. പിന്നെ നമ്മള് കേറിയില്ല. എത്ര നാള് കൂടിയിട്ടാണ് ചെല്ലപ്പാ ഞമ്മള് എന്നെ ഒന്ന് കാണണേ. വാ, ഞമ്മളെ കടയിൽ കയറിയിട്ട് നല്ല ഡഗരിയിൽ ഒരു ചായ കുടിച്ചിട്ട് പോവാ. എന്തേ? ഞാൻ പിന്നീട് വരാം. പറഞ്ഞേ. സ്വല്പ ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് പുരുഷൻ ഒന്ന് നേരത്തെ കള്ളുടിക്കാൻ ഇറങ്ങിയത്. എന്താ വിളിച്ചത്? പുരുഷന്നോ? സ്വന്തം തമ്പനും പേരില്ലാടാ വിളിക്കുക? അയ്യോ ഇല്ലേട്ടാ. അതിന് പുരുഷേട്ടൻ എന്താണ് എത്ര ധൈര്യക്കേട്? അങ്ങനെ പറഞ്ഞു വിടറ കഴുതേ.
ചെല്ലപ്പനെതിരായി സാക്ഷി പറഞ്ഞ ആളല്ലേ? ചെല്ലപ്പൻ ജയിലിൽ നിന്ന് വന്നപ്പോ പുരുഷേട്ടന്റെ കാലൊന്നും നിലത്തല്ല. അല്ലല്ല, പുരുഷന്റെ കാല് നിലത്തല്ല. പുരുഷന്റെ കാല് നിന്റെ കരണ കുറ്റിക്കാ വരിക. അയാളുടെ ചെല്ലപ്പൻ ആരാടാ? എടാ, കള്ളന്മാരെയും കൊലപാതകളുടെയും അടക്കാണ് ഞാൻ വളർന്നത്. എന്റെ വീട് എന്റെ ബ്രഹ്മാശുപത്രി എടുത്ത പറയാ ചെല്ലപ്പൻ. ആട്ടെ ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ചെല്ലപ്പൻ ചേട്ടന്റെ മുമ്പിൽ വെച്ച് ഇതൊന്ന് പറയാമോ? എടാ, ചെല്ലമ്പച്ചേന്റെ മുമ്പൊന്നും പറയും, നിന്റെ തമ്പന്റെ മുമ്പൊന്നും പറയടാ. എടാ, കഴിഞ്ഞ ചെല്ലപ്പന്റെ പുല്ലാടാ, പുല്ലാടാ. ഏത് ചെല്ലപ്പ? അത് ചെറുപ്പച്ചേട്ടൻ ഞങ്ങൾ വടക്കുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞു. അവിടെ ഈ പുല്ല് വളർത്തൽ കേന്ദ്രമുണ്ട്. അവിടെ എന്നോട് അങ്ങനെ പറഞ്ഞ് കുറച്ച് പുല്ല് വേണം. അപ്പൊ ഞാൻ പറഞ്ഞ സൗകര്യം വാങ്ങിച്ചത് ഈ പുൽത്തൈലത്തിന്റെ അതോ കറുകപ്പുല്ലോ? അല്ലെ, കറുകപ്പുല്ലും പുൽത്തൈലും എല്ലാം കൂടി കുടിച്ചേർത്താ ഒന്നും ചെറുപ്പച്ചേട്ടൻ കുടിച്ചത് അല്ലല്ല എന്നെ കുടിച്ചോ. എനിക്ക് ഇത് കുടിച്ച് പരിചയമില്ല, ശീലമില്ല. ഞാൻ സാറിനോട് ഇത്രയും പ്രായമായില്ല, ഒന്ന് കുറിച്ച് പഠിക്കേ. ഞാൻ ശ്രമിക്കാം. എനിക്ക് നിന്നെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്. എന്റെ വീടൊന്നും വേണം. ഞാൻ ഇപ്പൊ തന്നെ പോയി കുറിച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഞാൻ കൊടുത്തു പോണ്ട, ഇവിടെ ഇരുന്ന് പഠിക്കുക. പഠിക്കാൻ പോരെങ്കിലോ വാങ്ങിച്ചോ. വീട്ടിൽ കുടിച്ചോ. ശരി ശരി. എടാ, ഒന്ന് മനസ്സിലാക്കി, ഞങ്ങൾ ഇത് ഇന്നൊന്നിനും തുടങ്ങിയ സ്നേഹമൊന്നുമില്ല. എത്രയോ വർഷങ്ങളെ കഴുകാതെ ഒരു തുള്ളി കഴുക നിങ്ങൾക്ക് മേടിച്ചു തന്നടാ. കണ്ടോ, അല്ല അന്തസ്സായിട്ട് കണ്ടോ. കൊല വേയാണ്ട് ഒരുപാട് ജോലി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റേ കുപ്പി കാണാൻ